ശനി ദശ വന്നു കഴിഞ്ഞാലും ആ ശനി ജനിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഏത് ഭാവത്തിൻ്റെ ഭാവാധിപത്യം വന്നിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ആദ്യം ശനി ദോഷം നൽകൂ എന്ന് മനസ്സിലാക്കുള്ളൂ. ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നടക്കുന്ന ദശ എന്താണെന്ന് നോക്കണം, അപഹാരം എന്താണെന്ന് നോക്കണം. അതല്ലാതെ ശനി കണ്ടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷം എന്ന് വിശ്വസിക്കരുത്. ശനിയും ജ്യോതിഷവും. അതെ, കഴിഞ്ഞ 16 വർഷക്കാലങ്ങളായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ശ്രീ സജിത് ചിറക്കൽ. സർ, എബിസിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം. എന്താണ് ശനി? നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഭയക്കപ്പെടുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത്. എത്രയോ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ശനി സാധാരണപ്പെട്ട ഒരാളെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇവിടെ ഭയപ്പാടുമുണ്ട്, വളരെ പേടിയുണ്ട്, വിശ്വാസമുണ്ട്. ജ്യോതിഷത്തിൽ ശനിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളമാണ് സാറിന് വിശദീകരിക്കാമോ? അതായത് ഈ ശനിഗ്രഹം ഒന്നും ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ശനിഗ്രഹം തന്നെ ലഗ്നത്തിൽ, അതായത് 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാനത് വിശദീകരിച്ച് തരാൻ പറ്റിയ എങ്കിലും, അദൃഷ്ടാർത്ഥോ രോഗി പ്രതരമത ശോകസ് ശശിബേ ഗുരുസ്വക്ഷേ ഉച്ചസ്ഥേ നൃപതി സദൃശോ ഗ്രാമോപരഭ എന്നാണ് പ്രമാണം. അതായത് 5 ഈ രാശി ചക്രത്തിലുള്ള 5 രാശികളിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് പിന്നെ ഗ്രാമങ്ങളെ വിലയ്ക്ക് വാങ്ങിക്കുന്ന വ്യക്തിയായി തീരുമെന്നാണ് പറയുന്നത്. മറ്റുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. ജനിക്കുമ്പോൾ നമ്മൾ ആദ്യം ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം, അതൊരു ഗ്രഹമാണ്. നമ്മളിവിടെ മന്ദൻ എന്ന് പറയും, പക്ഷേ യഥാർത്ഥത്തിൽ ശനിയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം. നമ്മളത് വിമാനം പോലെ അതോ അത്രയും ഉയരത്തിലായതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചിട്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ആധികാരികമായിട്ട് പല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നോക്കൂ, ശനി നൽകുന്ന യോഗമാണ് ശശമഹായോഗം. ഈ പറയുന്ന ഭാഗങ്ങളിൽ നിൽക്കുമ്പോൾ, ഇപ്പം ശനി ഇപ്പോൾ മകരത്തിലും കുംഭത്തിലും തുലാത്തിലും പിന്നെ നിൽക്കുന്നത് ശനിയുടെ ലഗ്ന കേന്ദ്രങ്ങളിൽ ലഗ്നം വരികയാണെങ്കിൽ ശശമഹായോഗം എന്ന് പറയുന്ന ഒരു രാജയോഗം തന്നെയുണ്ട്. അപ്പോൾ നോക്കൂ, ശനി രാജയോഗത്തെ കൊടുക്കുന്നുണ്ട്. ഈ 5 പ്രധാനപ്പെട്ട യോഗങ്ങളിലുണ്ട്, അതിലൊന്നാണ് ശശമഹായോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശനി ദശ വരിക, ശനിയുടെ അപഹാരങ്ങൾ വരിക, ഇതൊക്കെ വളരെ ഗുണപ്രദമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ശനിഗ്രഹം നമ്മളെ ചന്ദ്രൻ നിൽക്കുമ്പോൾ പറയും, ആൾക്കാർ പറയും 7.5 ശനിയാണെന്ന്. അതായത് നമ്മൾ ഒരു ശനിഗ്രഹം ജനിക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ ശനി ദോഷം തരുമോ നല്ലത് തരുമോ എന്ന് ആദ്യം ചിന്തിക്കേണ്ടത്. അവിടെയും ചാരവശാൽ ശനി ദുസ്ഥാനത്ത് നിൽക്കുക, നമ്മളുടെ ഈ വിംശോത്തരി അതായത് ദശപ്രകാരം മോശം ദശയായി മാറുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ ഒരു ഇൻഡിക്കേഷൻ, ഒരു സൂചന മാത്രമേ നൽകുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതായത് നമുക്ക് ഈ ദോഷപരമായ കാര്യങ്ങൾ. പക്ഷെ അവിടെയും നമുക്ക് തന്നെ പലതും സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രമാണ്. കാരണം ജ്യോതി എന്ന് പറയുന്നത് പ്രകാശം എന്നാണ് അർത്ഥം. നമ്മളുടെ ഈ ജീവിത വൃത്തിയിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് നേർവഴിക്ക് നയിക്കേണ്ടത് എന്നുള്ളതിന് ഒരു പ്രതിപാദിക്കുന്നത് മാത്രമാണ് ജ്യോതിശാസ്ത്രം. അപ്പം അവിടെ ഈ ശനി നിൽക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു രീതിയിലുള്ള പരിഭ്രമവും നമുക്ക് വേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശനി 2.5 വർഷം ഒരു ഭാഗത്ത് നിൽക്കുക, അല്ലെങ്കിൽ 2.5 വർഷം വേറൊരു സ്ഥലത്ത് നിൽക്കുക. അതായത് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ ഈ 3 രാശികളിൽ സഞ്ചരിക്കുമ്പോഴാണ് 7.5 ശനി എന്ന് പറയുന്നത്. 7.5 ശനി എന്ന് പറയുമ്പോൾ 7.5 വർഷമാണ്. ഒരു രാശിയിലൂടെ ഒരു ശനി എന്ന് പറയുന്ന ഗ്രഹം സഞ്ചരിക്കുന്ന സമയമാണ് 2.5 വർഷം. ഈ 2.5 വർഷത്തെ 3 രാശികളിലേക്ക് പോകുമ്പോഴാണ് 7.5 ശനി എന്ന് പറയുന്നത്. ഈ 7.5 ശനി വരുന്നതും അതുപോലെ തന്നെ കണ്ടകശനി എന്ന് പറയുമ്പോഴത്തേക്ക് ലഗ്നത്തിൻ്റെ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ ഒരുപാട് വർഷങ്ങളോളം വരും ഒരു ജീവിതത്തിൻ്റെ ഒരു ആയുസ്സിനകത്ത്. അപ്പോഴൊക്കെ ഇത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. മാത്രമല്ല, ഈ വിംശോത്തരി ദശയിൽ 19 വർഷമാണ് ശനിക്ക് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ
ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം 30 വർഷമാണ്. ഒരു ഗ്രഹനിലയിൽ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ 30 വർഷം സമയമെടുക്കും. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടം മോശമാണ് എന്ന് പറയുന്നതിൽ എന്താണ് അടിസ്ഥാനം? ഈ സാർ പറഞ്ഞ കാര്യം വളരെ വാലിഡ് പോയിൻ്റാണ്. അതിലുപരി സാധാരണ രീതിയിൽ മലയാളികൾ, അതായത് കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നുണ്ട്. അവിടെ പേടിപ്പെടുത്തൽ അവിടെയുണ്ട്. സാധാരണ പലരും പറയുന്നത് ഈ 7-2.5 ശനിയിൽ ആദ്യം വരുന്ന 2 വട്ടക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. ശനി പോകുമ്പോൾ നല്ലത് തന്നിട്ടാണ് പോകുന്നത്. ഒരാളുടെ ജീവിതത്തിലെ മേജർ ഇവൻസായ കല്യാണം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലാസ്റ്റ് വർഷങ്ങളിൽ തന്നിട്ടാണ് പോകുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ആദ്യം സൂചിപ്പിക്കുന്നത് ഒരു മന്ദത, അതായത് മെല്ലെ പോകുന്ന സംവിധാനം എന്നാണ് നമ്മളുടെ സൂചന നൽകുന്നത്. ഇവിടെയുള്ള ആചാര്യന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ മന്ദൻ എന്നാണ്. മന്ദൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് മ. ഗ്രഹനിലയിൽ മ എന്ന് എഴുതിയിരിക്കുന്നത് മന്ദൻ എന്ന് പറയുന്നത്, അതായത് ശനിയെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ഈ മന്ദദശ, മന്ദാപഹാര, ശനി അപഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതും വരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രമാണമുണ്ട്, ഭാവേശ ഭാവഗത ഭാവനിരീക്ഷകത സ്ഥൈർ എന്ന് പറയുന്ന ഒരു പ്രമാണം. അപ്പോൾ നമ്മൾ ഈ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു ദശയും ശനി ദശ വന്നു കഴിഞ്ഞാലും ആ ശനി ജനിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഏത് ഭാവത്തിൻ്റെ ഭാവാധിപത്യം വന്നിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമേ ആദ്യം ശനി ദോഷം നൽകൂ എന്ന് മനസ്സിലാക്കുള്ളൂ. 1. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നടക്കുന്ന ദശ എന്താണെന്ന് നോക്കണം, അപഹാരം എന്താണെന്ന് നോക്കണം. അതല്ലാതെ ശനി കണ്ടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷം എന്ന് വിശ്വസിക്കരുത്. കാരണം ലഗ്നാധിപനോ അല്ലെങ്കിൽ പിന്നെ യോഗകാരകനോ ആയിട്ടുള്ള ശനിയാണെന്നുണ്ടെങ്കിൽ ശനി ഗുണിത്തെയാണ് ചെയ്യുക. അപ്പോഴതിന് ദോഷം എന്ന് പറയരുത്. പിന്നെ ഈ സാധാരണഗതിയിൽ നമ്മളെ എപ്പോഴും പ്രതിപാദിക്കുന്നൊരു വിഷയമുണ്ട്, നമുക്ക് തന്നെ പലപ്പോഴും പലതും മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പം അതിന് വേണ്ടുന്ന സൂചന മാത്രമേ ഉള്ളൂ ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ യാതൊരു കാരണവശാലും ശനി ഗ്രഹം ഒന്നും ചെയ്യില്ല. അത് നിങ്ങളിപ്പോൾ ഒരു നല്ല ദശയായിക്കഴിഞ്ഞാലും നല്ല ദശയല്ലെങ്കിലും ഈ ചില സമയത്ത് യുക്തിയും കൂടിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതെ. ഇപ്പോൾ ശനി വക്രത്തിലാണ്, റെട്രോഗ്രേഡിലാണ്. നവംബർ പകുതിയോടുകൂടി റെട്രോഗ്രേഡ് മാറുന്നു. ഈ സമയത്ത് ജന്മശനി, ഇങ്ങനെ കുറേ പേർക്ക് നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ മനസ്സിനകത്ത് എന്താ പറയുക, ചെറുപ്പകാലം മുതലേ കടന്നു കയറ്റി വന്ന ഒരു സംഭവമാണ്. പേടിപ്പെടുത്തലുകളായിരുന്നു ഈ സാറ്റേൺ ട്രാൻസിറ്റ്. ഈ പറയുന്ന ശനിയുടെ, അതായത് 7.5 ശനി, കണ്ടകശനി, ജന്മശനി, ഇപ്പോൾ ഈ സാറ്റേൺ റെട്രോഗ്രേഡ്, ഇതെല്ലാം സാധാരണ ഒരു മനുഷ്യനെ ബാധിക്കുന്ന രീതിയിൽ വരുന്ന സമയത്ത് നല്ലൊരു ദൈവജ്ഞനെ കാണുകയാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പോൾ ദൈവജ്ഞനെ കാണുന്ന സമയത്ത് ഇതിനുള്ള റെമഡീസ്, പരിഹാരങ്ങൾ എന്തൊക്കെയാണ് സാർ? അതായത് നമ്മളിപ്പം ശനി മോശം ആയിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള കാര്യം ആദ്യം ചിന്തിക്കാം. നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ദൈവത്തിനെ കാണുന്ന അവസ്ഥ വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് എന്തായാലും മോശമാണ് വരാൻ പോകുന്നത്. 1. അപ്പോൾ നമ്മൾ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് നമ്മൾക്ക് തന്നെ മനസ്സിലാവണം എന്നുള്ളതാണ്. കാരണം ജന്മജന്മാന്തരം കൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്നാണ് നമ്മളെ പ്രമാണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഔഷധമാണ്. ഔഷധം, അതായത് ജപം, ഹോമം, അർച്ചനാദിരി, അതായത് പിന്നീട് വരുന്നതാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഈ സന്ദർഭങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഞാൻ താഴ്ന്നു കൊടുക്കേണ്ടി വരും. 1. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം നമ്മൾ ചെയ്യണം. എന്താണ് പരിഹാരം? ആ വ്യക്തിയുടെ അടുത്ത് വിനീതമാവുക എന്നുള്ളതാണ് പരിഹാരം. അതല്ലാതെ നമ്മൾ കയർത്ത് കഴിഞ്ഞാൽ ഈ സമയം നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്പിരിച്വാലിറ്റി ആയിട്ട്, അതായത് ഇപ്പം നമുക്ക് എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം അയ്യപ്പ ഭഗവാന് നമ്മൾ ഈ നീരാജനം കഴിക്കുക, എള്ളു പായസം കഴിപ്പിക്കുക, ഇതൊക്കെ ഗുണം തന്നെ. പക്ഷേ ഇത് ഈ അന്തരീക്ഷത്തിൽ വളരെയധികം ബലമുള്ള ഒരു കാര്യമാണ് ഈ ശനിയുടെ. കാരണം എല്ലാ ഗ്രഹങ്ങളും ഈ അന്തരീക്ഷത്തിൽ നമ്മളറിയാതെ ഏതെല്ലോ രീതിയിലുള്ള എനർജി പുറപ്പെടുവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ജ്യോതിശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശനിക്കുള്ള പരിഹാരമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഇപ്പം എള്ളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കറുത്ത വസ്ത്രങ്ങൾ,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും താഴ്ന്നു നിൽക്കണം. അപ്പോൾ ഒരു ദൈവജ്ഞൻ കൊടുക്കുന്ന വിശ്വാസവും പരിഹാരങ്ങളുമാണ് ആ സാധാരണപ്പെട്ട ഒരാളിൻ്റെയോ ജാതകൻ്റെയോ അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ കൊടുക്കട്ടെ, അവരുടെ കോൺഫിഡൻസ് കൂടട്ടെ. ശനിയല്ല ഇനി ഏത് ഗ്രഹം വന്നാലും ഒരു മനുഷ്യജീവനെ ബാധിക്കില്ല എന്നുള്ള വിശ്വാസവും ആ പറയുന്ന ഈശ്വര പ്രാർത്ഥനയും നാമജപവും ജപവുമായി മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.